നമുക്കിന്നൊരു ഈസി ആയിട്ട് കടലക്കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ച് കടലയാണിത്. അപ്പോൾ നല്ലോണം കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ടാണ് വെക്കുന്നത് കേട്ടോ. ഉള്ളിയൊന്നും വാട്ടാതെ ഉള്ളിയും തക്കാളിയൊക്കെ കടലിൻ്റെ കൂടെ ഇട്ടിട്ടാണ് ഞാനിന്ന് കറി ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ നോക്കാം. അത് കടലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കടലിട്ട് കൊടുത്തതിന് തക്കാളി, ഉള്ളി, ഇതിപ്പോൾ തക്കാളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇടില്ല കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ ഇപ്പോൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ടെടുത്തു. ഇനി സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതായത് മുളക് പൊടി എത്രയോ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ഈ കറിയുടെ ടേസ്റ്റിന് ഞാൻ ചിക്കൻ മസാല ഇടാറുണ്ട്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് ഒരല്പം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ പാകം നോക്കി ഇനി നമുക്കൊരു 8 വിസിലാവുന്നത് വരെ വെച്ച് 8-9 വിസിലാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തുറന്ന് നോക്കിയപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇട്ടെടുക്കാം. കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചു. കുറച്ച് ചൂടായി കഴിഞ്ഞു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് കൊടുക്കാം. അപ്പോൾ നമ്മളെ കടുക് നല്ല പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിനി കടലക്കറിയിലേക്ക് പാകാം. ഇപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.